ബാലചന്ദ്രകുമാറിന്റെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില തെളിവുകൾ, ചില ഓഡിയോ സംഭാഷണങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2017 നവംബർ മാസം 15-ാം തീയതി അദ്ദേഹം ദിലീപിന്റെ വീട്ടിലിരിക്കുകയാണ്. അവിടെ ബൈജു ഭായ് എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളിനോട് സംസാരിക്കുന്നു. അവർ സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം. ദിലീപ് കേസ് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ഒരു കൂട്ടം കേസാണ് ആ കേസ്. എന്തായാലും ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധി വന്നു. പക്ഷെ നാട്ടുകാർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല ദിലീപിനെ തൂക്കിക്കൊള്ളണം, ആ ഒരു ടാഗിൽ നിൽക്കുകയാണ്. പക്ഷെ ദിലീപ് ഓരോ ദിവസം കൂടുന്തോറും നിരപരാധിയാണെന്ന് വീണ്ടും വീണ്ടും തെളിവുകൾ പുറത്തു വരികയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. വേറെ ഒന്നുമല്ല, ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് ദിലീപ് കുറ്റവാളി അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ, യഥാർത്ഥ ഈ അപരാധത്തിന് കൂട്ടുനിന്ന ഓരോ അപരാധികളെയും തൂക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രതിജ്ഞ അത് തന്നെയാണ്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഘോര പ്രസംഗിക്കുന്ന ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം എന്തുകൊണ്ട് പറയുന്നില്ല ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം? അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് വലിയ സംഭവങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ദിലീപിനെ ചെളിവാരി അടിക്കാൻ കാണിക്കുന്ന ആ മിടുക്ക് എന്തുകൊണ്ട് CBI കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല? അങ്ങനെ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികളെ തൂക്കും. പിന്നെ നമുക്ക് ദിലീപിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ദിലീപ് നിരപരാധിയാണെന്ന് നാട്ടുകാർ മൊത്തം അറിയും. അതിനെ തുടർന്ന് പിന്നെ നമുക്ക് ദിലീപിനെ ചെളിവാരി അടിക്കാനോ അവനെ വലിച്ചു താഴെ ഇടാനോ വീണ്ടും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ദിലീപ് തന്നെയാണ് ഇപ്പോഴും കുറ്റവാളി. അത് മീഡിയക്കാരാക്കി, അങ്ങനെ ആക്കി വച്ചു. അത് മാറ്റി ചിന്തിക്കാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല. എല്ലാവർക്കും അല്ല, കുറെ വിവരമില്ലാത്തവർക്ക്. അത്രേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അന്ന് ബാലചന്ദ്ര മേനോൻ പറഞ്ഞത് നിനക്ക് അറിഞ്ഞൂടാടാ, അങ്ങേര് പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെയാടാ വെട്ടി വീഴ്ത്താൻ പറ്റുമോ, അങ്ങേര് പറഞ്ഞാലും കാര്യമില്ലടാ. അങ്ങേര് എന്താ പറഞ്ഞത്? ഏത് ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി, ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി, ബൈജു ഭായ് വാ നമുക്ക് അതിജീവിതയുടെ വീഡിയോ കാണാം വാ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി കാണിച്ചു കൊടുത്തെന്നും അതെല്ലാം ഇങ്ങേര് റെക്കോർഡ് ചെയ്തെന്നൊക്കെയാണ് അന്ന് ഘോര പ്രസംഗിച്ചത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചോ, ആ വീഡിയോ മറ്റൊരാളെയും വിളിച്ചിരുത്തിയിട്ട് വാ ബൈജു ഭായ് വാ നമുക്ക് വളഞ്ഞെടുത്ത് കാണാം എന്ന് പറഞ്ഞ് ദിലീപ് വിളിച്ചിരുത്തി കാണിക്കുന്ന അത്രയും പൊട്ടനാണ്. അതും ഈ ബാലചന്ദ്ര മേനോൻ ഇതെല്ലാം കേൾക്കുന്നു കാണുന്നു എന്നൊക്കെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത്രയും മണ്ടനും അത്രയും പൊട്ടനുമാണോ ദിലീപ്? അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതെങ്ങനെ നാട്ടുകാരെയും വിളിച്ചിരുത്തി കൂടിയിരുന്ന് കൂടക്കാഴ്ച നടത്തിയിരുന്ന് കാണിക്കാൻ പറ്റുന്ന വീഡിയോ ആണോ? ബാലചന്ദ്ര മേനോൻ പറഞ്ഞ കാര്യം, അതായത് അന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എൻ്റെ ഓഡിയോ തെളിവുകളും കളയും മറ്റും എല്ലാം കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഡിവൈസ് ചീത്തയായി പോയോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചീത്തയെങ്കിൽ നന്നാക്കണം. എന്ത് നന്നാക്കാൻ പറ്റൂലേ? എന്റെ പൊന്ന് ബൈജു അണ്ണന്റെ തലയിലും കൂടി എടുത്തിട്ട് ബൈജു അണ്ണ അവസാനം അങ്ങേര് ഈ ബാലചന്ദ്ര മേനോൻ പറഞ്ഞ ദിവസത്തിന് അവിടെ ഇല്ല. അങ്ങേര് വേറെ അവിടെ യൂണിവേഴ്സിറ്റിയിലും കണ്ടാ പോയിരുന്നു, മോളെ ആവശ്യപ്പെട്ടെന്തോ അവിടെ തേഞ്ഞു, അവിടെ മൂഞ്ചി. അങ്ങനെയാണ് കോടതി ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ട്, ദിലീപിനെതിരെ ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് വെറുതെ വിട്ടത്. ഇപ്പോഴും ദിലീപിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന വായി നോക്കികളുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിരുന്നു വല്ല ജഡ്ജ്മെന്റ് ഇരുന്ന് വായിച്ചു നോക്ക്. അല്ലാണ്ട് വല്ല ഉപരദോഷികളും വന്നിരുന്ന് കാവ്യമാധവന്റെ ആദ്യത്തെ കല്യാണം വരെ കുത്തിപ്പൊക്കി വന്നുവോ അത് എന്നടെ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് പറയുന്നവന്മാരെ വായി നോക്കിയുള്ള വീഡിയോയും കണ്ടും കൊണ്ട് വന്നിരുന്ന് കൊണാന്ന് അടിക്കാൻ നിൽക്കാതെ കുറെ വിവരദോഷികൾ പഴയ കാവ്യമാധവന്റെ കല്യാണം അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണേ കണ്ട്, കാവ്യമാധവന്റെ കല്യാണം കണ്ടില്ലേ, ദിലീപാണ് കുറ്റവാളി. ഈ ഒരു സെറ്റപ്പടെ എനിക്കൊന്നും മനസ്സിലാവണില്ല അവന്മാരൊക്കെ ഉദ്ദേശങ്ങൾ എന്താണെന്ന്. അല്ലാണ്ട് എന്ത് പറയാനാണ്? വിവരദോഷികളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ കുറെ വിവരദോഷികൾ നമ്മുടെ നാട്ടിൽ ബാക്കിയാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാവ്യമാധവന്റെ കേസൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാലചന്ദ്ര മേനോൻ പറഞ്ഞ കേസുകൾ എല്ലാം കള്ളമാണ് എന്ന് തെളിയുകയാണ്. ഇന്നിപ്പോ തെളിയിക്കാനായിട്ടും അങ്ങേര് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ നല്ല പോലെ പോയിട്ടുണ്ടായത്. അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ എല്ലാം ഫേക്കാണെന്ന് നല്ല വെട്ടിപ്പായിട്ട് തെളിഞ്ഞു. ഇപ്പം മൂഞ്ചിയിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പം അങ്ങേരുടെ അടുത്ത് ചോദിക്കാൻ അങ്ങേരില്ല. ഇനി പോയ ഒരാളെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും വലിച്ചു കീറുന്നില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഈ കേസുകളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. അത്യാവശ്യം ദിലീപിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കുറച്ചെങ്കിലും ആ ജഡ്ജ്മെന്റ് ഒന്ന് ഇരുന്ന് വായിച്ചു നോക്കും. ഈ മീഡിയക്കാർ ചെയ്യുന്ന പരിപാടി എന്താ? ജഡ്ജ്മെന്റിൽ അതിജീവിതയുടെയും കാവ്യയുടെയും മഞ്ജുവിന്റെ ഒക്കെ ഭാഗങ്ങൾ ഇരുന്ന് വായിക്കും. എന്നാൽ ദിലീപിന് സപ്പോർട്ടായിട്ട് വരുന്ന, ദിലീപിന് പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാര്യങ്ങളും ഇവന്മാർ വായിക്കത്തില്ല. അത് എന്തുകൊണ്ട് ഇവന്മാർ വായിക്കുന്നില്ല?
ദിലീപിന് പോസിറ്റീവ് ആവുമെന്ന് അവന്മാർക്കറിയാം. അങ്ങനെ ദിലീപിന് പോസിറ്റീവ് ആവണ്ടെന്നാണ് അവന്മാരുടെ അജണ്ട. കാരണം മീഡിയക്കാരാണല്ലോ ദിലീപിനെ കുറ്റവാളി ആക്കിയത്. അതുകൊണ്ട് ഇനി ദിലീപ് നല്ലവനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാണല്ലോ ചീത്തപ്പേര്. അതുകൊണ്ട് ദിലീപിനെ നല്ലവന്മാരാക്കാനായിട്ട് ഇവന്മാർ ഒരിക്കലും ശ്രമിക്കത്തില്ല. എന്നും ദിലീപ് നമ്മുടെ കണ്ണിലുണ്ണിയായ കുറ്റവാളി. ഇതാണ് മീഡിയക്കാരന്മാരുടെ ടാഗ് ലൈൻ. അവന്മാരെ നമ്പിയിരുന്ന് ന്യൂസ് കാണുന്ന നമ്മളാണ് പൊട്ടന്മാര് കേട്ടാ. നമ്മളല്ല, ഈ കണ്ടിട്ട് അത് വിശ്വസിക്കുന്നവന്മാരാണ് പൊട്ടന്മാര്. ഞാനിപ്പം മീഡിയക്കാരെ വിശ്വസിക്കാറില്ല. ഇവർ ലോകകള്ളന്മാരാണ്. എല്ലാം കണക്കിയാണ്, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. TRPക്ക് വേണ്ടിയിട്ട് എന്ത് തോന്നിയ ദിവസം പോക്കത്തനവും കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. ശ്രീജിത്ത് പണിക്കർ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ബാലചന്ദ്ര മേനോന്റെ ആ ഒരു മൊഴി കേട്ടു നോക്കാം. കേട്ടിട്ടും ഗുണഗുണാന്നിരുന്നിരുന്ന് വെട്ടല്ല കേട്ടാ. ഇനി ബാലചന്ദ്രകുമാറിന്റെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില തെളിവുകൾ, ചില ഓഡിയോ സംഭാഷണങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2017 നവംബർ മാസം 15-ാം തീയതി അദ്ദേഹം ദിലീപിന്റെ വീട്ടിലിരിക്കുകയാണ്. അവിടെ ബൈജു ഭായ് എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളിനോട് സംസാരിച്ചു. അപ്പൊ ബാലചന്ദ്രകുമാർ മേനോൻ, എനിക്കത് എപ്പോഴും തെറ്റിപ്പോന്നു. ഓക്കെ, ബാലചന്ദ്രകുമാർ. ഞാൻ ഇനി മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, കുമാറിനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ബൈജു ഭായിയുമായിട്ടാണ് ദിലീപ് ചർച്ച നടത്തിയതെന്നാണ് പറഞ്ഞത്. അന്ന് വീഡിയോ ഒക്കെ എടുത്തിരുത്തി കാണിച്ച് ചിരിച്ചോണ്ടിരുന്നെന്നും ഇത് അങ്ങനെ റെക്കോർഡ് ചെയ്തെന്നും പിന്നെ ഡിവൈസ് ചീത്തായി പോയെന്നും പെട്ടെന്ന് ഇത് റെക്കോർഡ് ചെയ്തെന്ന് ഡിവൈസ് അടിച്ചു. ഞാൻ പറഞ്ഞാലേ ഓടിപ്പോ. എന്തായാലും കോടതിയിൽ ഇവന്മാരൊക്കെ പറഞ്ഞതും ഇവന്മാരൊക്കെ കാട്ടിക്കൂട്ടിയതും എല്ലാം കള്ളങ്ങളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പീലായിട്ട് പോയിട്ടുണ്ട്. നല്ല കാര്യം, പോട്ടെ. ഇത് അപ്പീലായിട്ട് പോയി ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതാണ് എൻ്റെ ആവശ്യം. സീരിയസ്ലി എൻ്റെ ആവശ്യം അതാണ്. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇതിന്റെ ചുരുൾ അഴിയണം. കാരണം ഇതിപ്പോ ഒരുമാതിരി അവിയിൽ പരുവത്തിൽ കിടക്കുകയാണ്. കുറെ ആൾക്കാർ ദിലീപിന് സപ്പോർട്ട്, കുറെ ആൾക്കാർ ദിലീപിന് ചീത്തവിളി, കുറെ ആൾക്കാർക്ക് ഒരു ആയിമാർ തിരിച്ചറിഞ്ഞുകൂടെങ്കിൽ എന്തൊക്കെ കടന്ന് പറയുന്നുണ്ട്. അങ്ങനെയും കുറെ ടീമുകൾ. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. അതാണ് എൻ്റെ ആവശ്യം. അത് യഥാർത്ഥ കുറ്റവാളികൾ, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള നാറികളെ പുറത്തു കൊണ്ടുവരണം. അതാണ് എൻ്റെ ആവശ്യം. മനസ്സിലായോ? എന്തായാലും ബാക്കി അവർ സംസാരിക്കുന്നത് ഈ വാഹനത്തിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോയെക്കുറിച്ചാണ് എന്നതുകൊണ്ട് തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഈ വിഷയത്തിലുണ്ട് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമായതുകൊണ്ടും ആ സമയത്ത് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഡിവൈസ്, ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഭയം കാരണം ഇന്റർമിറ്റന്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള റെക്കോർഡിംഗ് അല്ല, മറിച്ച് ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 2017 നവംബർ മാസം 15-നാണ് എങ്കിലും ബാലചന്ദ്രകുമാറിന്റെ പെൻഡ്രൈവിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 2022 ജനുവരി മാസം 2-ാം തീയതിയാണ്. പക്ഷേ അതിലെ ലാസ്റ്റ് റിട്ടേൺ തീയതികൾ നവംബർ ഡിസംബർ 2021 എന്നുള്ളതാണ് പ്രത്യേകത. താനിതൊരു ടാബ്ലറ്റിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട്. പക്ഷേ ആ ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് സാധിച്ചിരുന്നില്ല. അത് ഇനി റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അത് കേടുപാടുകൾ പറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചു, ടാബ്ലറ്റ് ഒടിഞ്ഞ് തകർന്നു പോയി എന്നൊക്കെയാണ് പറയുന്നതേ ഉള്ളൂ. എങ്ങനെ കേടായി? കുറെ ചോദ്യങ്ങളോടെ ബാക്കി നിൽപ്പുണ്ട്. അങ്ങനെ ഇല്ലാണ്ടും പോയിപ്പോയി, ബാക്കി പിടിച്ച് ചോദിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്നാലും കോടതിയിൽ പോയപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്, ഇതെല്ലാം ഫേക്കാണ്. പ്രത്യേകിച്ച് ബൈജു എന്ന് പറയുന്ന വ്യക്തി ബാലചന്ദ്രകുമാർ പറഞ്ഞ ദിവസം അവിടെ ഇല്ല. അങ്ങനെ വേറെ എവിടെ പോയിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ എങ്ങാണ്ട് മോളുടെ ആവശ്യമായിട്ട് എങ്ങാണ്ട് അങ്ങനെ എന്തോ പോയിരുന്നു. അതുകൊണ്ട് എല്ലാം ഉടായ്പകളും പൊളിയുകയാണ് അവിടെ. ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് സാധനങ്ങളാണെന്നും ഇതെല്ലാം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്ത സാധനങ്ങളാണെന്നും ഇതെല്ലാം തെളിവുകൾ സഹിതം പൊളിയുകയാണ്. പക്ഷെ മീഡിയക്കാർ അന്ന് പൊലിപ്പിച്ച് പറഞ്ഞതാണ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. കോടതിയിൽ പോയപ്പോൾ ഈ കേസിന്റെ സത്യാവസ്ഥ തെളിഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലാക്കണ്ട. അവർക്ക് മീഡിയക്കാർ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഇഞ്ചക്ട് ചെയ്ത സാധനമില്ലേ, ദിലീപാണ് ഇതിന്റെ പിന്നിൽ, ആ സാധനം ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത്. എല്ലാവരുടെ അടുത്തല്ല, കുറെ പേരുടെ അടുത്ത് ഇപ്പോഴും വിശ്വസിക്കുന്ന കുറെ പേരുണ്ട് സീരിയസ്ലി. അത് പല കമന്റ് ബോക്സുകളിലും ദിലീപിന് അഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്നവരുടെ കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ്. വിഡ്ഢിത്തനങ്ങൾ മാത്രം. ഒരു തേങ്ങ അറിഞ്ഞൂടാതെ ജഡ്ജ്മെന്റിൽ എന്താണ് പറഞ്ഞിട്ടെന്നുള്ളതെന്ന് പോലും അറിഞ്ഞൂടാതെ കിടന്ന് തുപ്പുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറെ വിഡ്ഢികളും എന്നേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം വിവരവും ബോധം പൊക്കണത്തോടെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. കോടതി ഒരാളെ വെറുതെ വിട്ടെങ്കിൽ തെളിവുകളില്ലാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ ആൾക്കാരാര്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇനി മറിച്ച് ദിലീപ് ആണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം, ഈ രീതിയിൽ വേണം ചിന്തിക്കാൻ. അല്ലാണ്ട് കോടതി ഒരാളെ വെറുതെ വിട്ടപ്പം
കോടതിയും തെറി വിളിച്ച്, ജഡ്ജിയും തെറി വിളിച്ച്, എല്ലാവരെയും തെറി വിളിച്ചിട്ട് അവൻ തന്നെ അവനെ തീർക്കണം എങ്കിലും നമുക്ക് സമാധാനമാകുമെന്ന് പറയുന്നത് പോലത്തെ പരിപാടിയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. പകരം നമ്മൾ സംസാരിക്കേണ്ടത് ഇതിന്റെ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ ആൾക്കാരെ പൊക്കണം. നടൻ ലാലിനെതിരെ എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ചോദ്യം പോലും ചെയ്തിട്ടില്ല. അത്രയും ഗുരുതര ആരോപണങ്ങൾ ലാലിനെതിരെ വരുന്നുണ്ട്. പല രീതിയിലും കറങ്ങി ലാലിന്റെ നെഞ്ചത്തൊന്ന് നിൽക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ഇല്ല, എന്തിന്? അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ശ്രീജിത്ത് പണിക്കർ ബാക്കി പറയൂ. തന്നെയുമല്ല, താനിത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ ഒരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു, പിന്നീട് അത് മറ്റൊരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു, പിന്നീട് അതൊരു പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു, CD-യിലേക്ക് മാറ്റുന്നു, വീണ്ടും പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു, വേറൊരു ലാപ്ടോപ്പ് വരുന്നു. അങ്ങനെ അസ്യൂസിന്റെ, തോഷിബയുടെ, പിന്നെ ഏസറിന്റെ ഇങ്ങനെ 3 ലാപ്ടോപ്പുകളെങ്കിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ ചില CD-കളുണ്ട്, ചില പെൻഡ്രൈവുകളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഡിവൈസുകളിലേക്കൊക്കെ തന്നെ ഈ ഡേറ്റ മാറ്റിയിരിക്കുന്നതിനെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല. WAV ഫയലുകളാണ് ഈ ഓഡിയോ ഫയലുകൾ എന്ന് പറയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് വന്നിരിക്കുന്നതെല്ലാം തന്നെ MP3 ഫയലുകളാണ്. ഈ WAVയെ പിന്നീട് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നു. പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ ഡിജിറ്റൽ എവിഡൻസിനെ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാം മൊത്തത്തിൽ ഫ്ലോപ്പാണ്. ഇനി അത് പോരാഞ്ഞിട്ട് ഇവിടെ വേറൊരു കേസുണ്ട്. കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് എന്നങ്ങാണ്ട് പറയുന്ന ഒരു വ്യക്തിയുടെ മകളെ ആരോ ഒരു സ്ത്രീയുണ്ട്, അവരെ കൂട്ടുകാരനാണ് ഈ ബാലചന്ദ്രകുമാർ എന്നൊക്കെ ഉള്ള ഒരു സാധനം. ആ ഒരു സാധനം വരുന്നുണ്ട്. അത് വരാം, നമുക്ക് അതിലോട്ട് വരാം. അതും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പിടികിട്ടും. ഇതെവിടെ കൂടിയാണ് ഈ ചീഞ്ഞ പരിപാടി ഇവിടെ അടി കൂടി കളിച്ചു തരുന്നത്. തന്നെയുമല്ല, ലാബിൽ വെച്ച് റിക്കവർ ചെയ്തിരിക്കുന്നത് ആകെ 29 ഓഡിയോ ക്ലിപ്പുകളാണ്. പക്ഷേ ബാലചന്ദ്രകുമാർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഓഡിയോ ക്ലിപ്പുകൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, അതിനേക്കാൾ കുറവായിരുന്നു. ചില ഫയലുകളൊക്കെ തന്നെ അതേ പെൻഡ്രൈവിൽ ഡിലീറ്റഡ് ആയിരുന്നു, അത് വീണ്ടും റിക്കവർ ചെയ്യുകയാണ്. അങ്ങനെ അവസാനം 29 ഓഡിയോ ഫയലുകളാണ് ലാബിൽ വെച്ച് റിക്കവർ ചെയ്തെടുത്തത്. ഈ ഓഡിയോ ഫയലുകൾ മാത്രമല്ലാതെ ചില വീഡിയോ ഫയലുകളും മറ്റ് ചില ഫയലുകളും ഒക്കെ തന്നെ ഈ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിൽ 69 ഫയലുകളാണ് ഉണ്ടായിരുന്നത്. ഈ 69 ഫയലുകളും ഈ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്, അതിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് 2022 ജനുവരി മാസം 2-ാം തീയതിയാണ് എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ട്. എന്നാൽ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇതൊക്കെ തന്നെ 2021 മെയ് മാസമാണ് ഈ ഡിവൈസിലേക്ക് മാറ്റിയത് എന്നാണ്. പക്ഷേ ലാബിൽ നിന്ന് കാണുന്നത് അങ്ങനെയല്ല. 2021 മെയ് മാസത്തിലല്ല, മറിച്ച് 2022 ജനുവരി മാസത്തിലാണ് ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഇത് ആ ജഡ്ജ്മെന്റിലുള്ള സാധനമാണ്. അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്ന സാധനമല്ല, അങ്ങനെ കൈനിട്ട് ഉണ്ടാക്കി പറയുന്ന സാധനമല്ല. ഇതെല്ലാം ജഡ്ജ്മെന്റിൽ ഉള്ളതാണ്. ആ കാര്യങ്ങളാണ് അങ്ങേര് വ്യക്തമായിട്ട് പറയുന്നത്. ഇതിന്റെ താഴെപ്പെട്ട് അങ്ങേരെ കുറെ പേര് ചീത്ത വിളിക്കുന്നുണ്ട്, നീ പൈസ വാങ്ങിയിട്ടില്ലടാ പണിയെടുക്കുന്നതെന്ന്. എന്തുവാടെ ജഡ്ജ്മെന്റിലുള്ള സാധനം അതുപോലെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങേര് കുറ്റക്കാരനായി. ഇതിലെല്ലാം തിരിമറികളും ഉടായ്പകളും കള്ളത്തനങ്ങളും നടന്നിട്ടുണ്ട്, അത് വ്യക്തമാണ്. ഇതിന്റെ ഒറ്റ ഇന്റൻഷൻ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ തകർക്കുക എന്ന ഒരൊറ്റ ഇന്റൻഷൻ ആയിരുന്നു എന്നെന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പൊന്നു മക്കളെ, 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ ദിലീപിനെ ചീത്ത വിളിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി, അതിജീവിതയ്ക്ക് വേണ്ടി ഘോര പ്രസംഗിക്കുന്ന ഭാഗ്യലക്ഷ്മിയെ പോലുള്ള അമ്മച്ചിമാര് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. നിങ്ങൾ മീഡിയയിലൊക്കെ കയറുന്ന സംസാരിക്കുന്നുണ്ടല്ലോ, നമുക്കൊന്നും അതിനുള്ള ഇതൊന്നുമില്ല, നമുക്ക് കിട്ടത്തുമില്ല, നമ്മളെന്നാൽ അവിടെ ആരും പിടിച്ചിരുത്തത്തുമില്ല. പക്ഷെ നിങ്ങളൊക്കെ വലിയ ചർച്ചാകാരായതുകൊണ്ട് നിങ്ങളൊക്കെ പിടിച്ച് അവിടെ ഇരുത്തും. അപ്പോൾ ഉന്നയിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. അല്ലാണ്ട് വന്നിരുന്നിട്ട് ദിലീപിനെ 10 തെറിയും പറഞ്ഞ് ഒരു തെളിവും ഇല്ലാണ്ട് കോര വന്ന് കൊണയടിച്ചിട്ട് പോകാണ്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് നിങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത്. നല്ലൊരു അവസരം കിട്ടിയിട്ട് അവിടെ വന്നിരുന്ന് ചുമ്മാ ദിലീപിനെ കുറെ തെറിയും വിളിച്ച് അവനാകുമ്പോൾ ഒന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം ദിലീപ് എന്തെങ്കിലും പറഞ്ഞാലും കേസ് കൊടുത്താലും നിങ്ങൾക്കൊന്നും തേങ്ങ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറെ വന്നിരുന്ന് ദിലീപിന് തെറി വിളിക്കും നിരന്തരം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ചിന്താഗതിയേ ഇല്ല. ഇവിടെ ബാലചന്ദ്ര മേനോൻ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് കോടതിയിൽ പ്രൂവ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതും തള്ളിയത്. കുറെ പേര് അതിന്റെ പേരിലും കോടതി ചീത്ത വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ഫേക്ക് സാധനങ്ങളാണ്, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിഞ്ഞത് കൊണ്ടാണ് കോടതി
ദിലീപിനെ വെറുതെ വിട്ടത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കും. അപ്പീലോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടല്ലോ. ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദിലീപിനെതിരെ നമ്മളെല്ലാവരും പച്ച തെറി വിളിച്ചുകൊണ്ട് സംസാരിക്കും. മനസ്സിലായോ? മറിച്ച് അല്ല എങ്കിൽ യഥാർത്ഥ കുറ്റവാളിയാണ് വരേണ്ടത്. ഇനിയും വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന അപരാധികളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാലചന്ദ്രകുമാറിന്റെ ഓഡിയോ ഫയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈജുഭായ് എന്നൊരാളിനോട് ദിലീപ് ഈ ഒരു അക്രമത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമാകുന്നു. അതിനെക്കുറിച്ച് ദിലീപ് ഈ ബൈജുഭായിയോട് പറയുകയാണ്. അതായത് ബാലചന്ദ്രകുമാർ പറയുന്നത് തൻ്റെ മുന്നിൽ നടന്ന കോൺവെർസേഷനാണ്. ദിലീപ് ബൈജുഭായിയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് താൻ തൻ്റെ ടാബ്ലറ്റിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം അന്നേ ദിവസം അവിടെ ദിലീപിൻ്റെ വീട്ടിൽ ബൈജുഭായി ഉണ്ടായിരുന്നില്ല. ഡിഫൻസിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാദമാണ്. അതിനെ സമർത്ഥിക്കുന്ന തെളിവുകളും അവർ മുന്നോട്ട് കൊണ്ടുവന്നു. ഒന്നാമത്തെ കാര്യം, ബൈജുഭായി എന്ന ഈ വ്യക്തി അദ്ദേഹം കോടതിയിൽ വരുന്നുണ്ട്, അദ്ദേഹം സാക്ഷിയായിട്ട് വരുന്നുണ്ട്, അദ്ദേഹം 246-ാമത്തെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആണ്. അദ്ദേഹം അന്നേ ദിവസം MG യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി മകളോടൊപ്പം പോയിരുന്നു. അങ്ങനെ പോയിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പല തെളിവുകൾ അവരുടെ പക്കലുണ്ട്. ഒന്ന്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടി അന്നേ ദിവസം എടുത്തിരിക്കുന്ന ഒരു സെൽഫിയുണ്ട്. 2, അന്നത്തെ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക്, അതായത് 11:57 രാവിലെ, ആ സമയത്തിന് അവിടെ ഫീസ് അടച്ചിരിക്കുന്നതിൻ്റെ റെസീറ്റും മറ്റ് രേഖകളുമുണ്ട്. തന്നെയുമല്ല, അവർ ഉച്ചയ്ക്ക് ശേഷം തിരികെ വരുന്ന സമയത്ത് കല്ലറ എന്ന സ്ഥലത്ത് അവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച് അവിടെ വെച്ച് എടുത്തിരിക്കുന്ന ചിത്രങ്ങളുമുണ്ട്. ഇവിടുത്തെ രസകരമായ കാര്യം, ബൈജു എന്ന വ്യക്തിയോട് ഈ കാര്യത്തിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഇതിലെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് കണ്ടിരുന്നു. അതിൻ്റെ ടൈം സ്റ്റാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവർ വെരിഫൈ ചെയ്തിരുന്നു. പ്രോസിക്യൂഷൻ വിറ്റ്നസ് 259 ആയിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസർ അദ്ദേഹത്തിനെ പോലീസുകാർ ഇതെല്ലാം അന്വേഷിച്ചിരുന്നു. എന്നിട്ടും കുറ്റക്കാരൻ ദിലീപ് മാത്രം. അതായത് ബാലചന്ദ്ര മേനോൻ എന്താ ഇവിടെ പറഞ്ഞത്? പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും ബൈജുവും കൂടി വന്നിരുന്ന് നടിയുടെ വീഡിയോ കണ്ട് പൊട്ടിച്ചിരിച്ച് അട്ടഹാസിച്ചിരുന്നു. പക്ഷെ അന്നേ ദിവസം, അതായത് ബാലചന്ദ്രകുമാർ പറഞ്ഞ അന്നേ ദിവസം ഈ പറയുന്ന ബിജു അവിടെ വന്നിട്ടില്ല, ബൈജു വന്നിട്ടില്ല. മനസ്സിലായ വല്ലതും? കള്ളമാ പറഞ്ഞത്. ഇതിന്റെ അപ്പുറം എന്തെങ്കിലും വേണോ? അന്നേ ദിവസം അങ്ങേരെ മോളെ ആവശ്യമായിട്ട് യൂണിവേഴ്സിറ്റി പോയിരുന്നു. പച്ചക്കള്ളമാ ആ ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള. എന്നിട്ട് അത് നമ്പി അതും ശരി, ബാലചന്ദ്രകുമാർ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? ഈ സെറ്റപ്പിലാണ് സാധനം. ഫാബ്രിക്കേറ്റഡ്. ഒരുത്തനെ പ്ലാൻ ചെയ്ത് കുടുക്കി എല്ലാവരും കൂടി. ഈ കള്ളം പറഞ്ഞ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പിടിച്ച് ഇനി ചോദ്യം ചെയ്യാനും പറ്റൂല. എന്തിനാടാ നീ കള്ളം പറഞ്ഞതെന്ന്. എന്നാൽ ജീവിച്ചിരിക്കുന്ന കുറെ കള്ളന്മാർ ഇപ്പോഴും ഉണ്ട്, ബാക്കിയാകുന്നു. അവന്മാരെ പിടിക്കണം. അവന്മാരാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ ഇവർ വളഞ്ഞിട്ട് ഗൂഢാലോചന ചെയ്ത് ദിലീപിനെ എന്തിനു ഇത്രയും ഇതാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കരിയർ തുലയ്ക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ്. ഈ ഒരു കേസിൽ കോടതി ദിലീപിനെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ട സമയത്ത് ദിലീപ് ആദ്യം പറഞ്ഞെന്താ? തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ്. അത് അന്വേഷിക്കുക ആരെങ്കിലും? ഇല്ല, അന്വേഷിക്കില്ല. വേറെ കൊമ്പന്മാര് ഒരുത്തനെ തകർത്തതാണ് ഇമാതിരി രീതിയിൽ. ഇനി അതുമല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ഇവനെ എടുത്തിട്ടതുമായിരിക്കാം. ആര്? ദിലീപിനെ. എല്ലാം കൂടി ദിലീപിന്റെ തലയിലാക്കിയതും ആവാം, എന്തും ആവാം. എന്തായാലും കൊള്ളാടെ, നല്ല ഒന്നാം തരം കളികൾ തന്നെ കളിച്ച ഒരുത്തനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്തയില്ലാത്ത പരിപാടികളെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. കാരണം കുറെ എണ്ണം കിടന്ന് കുറെ കുണയ്ക്കുന്നുണ്ടല്ലോ. ജഡ്ജ്മെന്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കേട്ടു നോക്ക്, ഞാൻ സസ്പെൻസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു വിഷയവും എന്നാൽ പൊതുമണ്ഡലം ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വിധിന്യായത്തിൽ 1353 പേജ് മുതൽ ഏതാണ്ട് ഒരു 10-25 പേജോളം ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ പേരാണ് ദ മെസ്സേജസ് അലജഡ്ലി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ PW22, PW132 ആൻഡ് PW182. അതിൽ PW222 എന്ന് പറയുന്നത് ശ്രീമൻ ബാലചന്ദ്രകുമാറാണ്. PW132 എന്ന് പറയുന്നത് ദിലീപിൻ്റെ അളിയൻ്റെ സൂരജ് എന്നാണ് അയാളുടെ പേര്. ദിലീപിൻ്റെ അളിയൻ ആണ്. പിന്നെ PW182 എന്ന് പറയുന്നത്
ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർ തമ്മിൽ നടന്ന വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 1353 പേജ് മുതൽ ഏതാണ്ട് 25-30 പേജോളം. സുഹൃത്തുക്കളെ, ആ 30 പേജുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ആ വിവരങ്ങളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ആ ഭാഗം നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നതേയില്ല എന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് എനിക്ക് ആമുഖമായി പറയുന്നതിൽ എനിക്ക് മടിയില്ല. അത് മാധ്യമങ്ങളെ കാര്യം നമ്മൾ ഇനി എടുക്കുന്നില്ല. കാരണം ദിലീപിന് ന്യായമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ദിലീപിന് സപ്പോർട്ട് വരുന്ന ഭാഗങ്ങളൊന്നും അവന്മാർ സംസാരിക്കത്തില്ല. അവന്മാർ അതിജീവിതയുടെ കഥയും അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ കഥയും കാവ്യ മാധവന്റെ കഥയൊക്കെ ഇരുന്ന് കൊണാന്ന് വിട്ടു. അല്ലാണ്ട് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ ഒരു മാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല. അത് നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സാണ് ഇത് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഒരു മാധ്യമങ്ങൾ പോലും, ഒരു മെയിൻ സ്ട്രീം ചാനൽ പോലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നില്ല. എല്ലാവരും ദിലീപ് ദിലീപ് ദിലീപ്, നമ്മളും ദിലീപ് ദിലീപ് ദിലീപ്, ഈ ഒരു സെറ്റപ്പിലാണ് ചാനലുകാർ ഇരിക്കുന്നത്. അതൊരിക്കലും ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല. ഇവർ ആദ്യം മുതൽ ഇല്ലാത്ത കഥകൾ, അതായത് എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ ഇവർ സ്ഥാപിച്ച് സംസാരിച്ചു. ദിലീപ് അങ്ങനെ ചെയ്തു എന്ന് സ്ഥാപിച്ചാണ് ഈ മീഡിയക്കാർ സംസാരിച്ചിട്ടുള്ളത് ആദ്യം മുതലേ. അത് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ആയി. അങ്ങനെയാണ് ജനങ്ങൾ ദിലീപിനെതിരെ തിരിഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 8-9 വർഷം മുന്നേ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഈ ജനങ്ങളായ നമുക്ക് ആർക്കും അറിയത്തില്ല. എനിക്ക് അന്ന് ഈ കേസ് പോലും നേരെ ചോദിക്കാൻ അറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഞാനൊക്കെ അന്ന് സ്കൂളും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് നടക്കണം. നമുക്ക് ഇതിന്റെ ഒന്നും പറയാൻ നടക്കാനോ നമ്മൾ ഇതിനെ പറ്റി അറിയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അന്ന് കേസ് വൻ കത്തി നിന്ന സമയമായിരുന്നുകൊണ്ട് ഞാൻ അടക്കം വിശ്വസിച്ചിരുന്നു, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം മീഡിയക്കാര് പറഞ്ഞത്, അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് ന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് കണ്ടു, മീഡിയക്കാർ പറഞ്ഞു തള്ള ദിലീപ് തന്നെ എന്നുള്ളത് നമ്മൾ അന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഉറപ്പിച്ചോ ദിലീപ് തന്നെ ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു നമ്മൾ അതങ്ങ് മൈൻഡ് ആക്കാതെ പോയി. പക്ഷെ ഇന്ന് ഇതൊരു അരുവിന്നിരുന്ന് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മീഡിയക്കാര് മനഃപൂർവ്വം ഒരാളെ പ്രതിയാക്കി ദിലീപിനെ, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ജഡ്ജ്മെന്റിൽ ദിലീപിന് ന്യായമായിട്ട് വരുന്ന ഭാഗങ്ങളൊന്നും അവർ വായിക്കത്തില്ല. കേട്ടോക്കാം ഇങ്ങനെ പറയുന്ന ബാക്കി. പശ്ചാത്തലത്തിൽ ആ വിഷയം ഒരൽപ്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ 10-30 പേജിൽ ഈ വിധിന്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ 3 പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഉള്ളടക്കം ഒരൽപ്പം വിശദമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ വാട്സാപ്പ് സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതും ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്നുള്ളതും വളരെ വളരെ നിർണായകവും പരമപ്രധാനവുമാണ്. അതിൽ PW222 എന്ന് പറയുന്ന P. ബാലചന്ദ്രകുമാർ അറിയാമല്ലോ, 2ാമത്തെ തവണ ഈ അന്വേഷണം വീണ്ടും ആരംഭിച്ചതിൻ്റെ കാരണം ബാലചന്ദ്രകുമാർ ആയിരുന്നു. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ദിലീപിൻ്റെ വീട്ടിലിരുന്ന് ദിലീപും കുടുംബാംഗങ്ങളും കൂടി ഈ പീഡന ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ, വധിക്കാൻ ദിലീപ് ശ്രമം നടത്തി എന്നുള്ള വാദം. ഈ പോലീസുകാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ശ്രമം നടത്തിയതിന് തെളിവുണ്ടെന്ന് മറ്റേ റിട്ടയർഡ് ഒരു SI DSP എങ്ങാണ്ട് DSP അല്ലെന്നുണ്ട്, അതിന്റെ പേര് മറന്നുമല്ല, അങ്ങേരെങ്ങാണ്ട് വന്നിരുന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് തെളിവൊക്കെ അങ്ങനെ കയ്യിലുണ്ട്. പോലീസുകാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ശ്രമിച്ചത് SI ആണെന്ന് തോന്നുന്നു. SI DSP എന്തോ ആണ്. അങ്ങേര് വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോർജ് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു പേരെനിക്ക് ഓർമ്മയില്ല. റിട്ടയർഡ് ഒരു ആൾ ചാനലൊക്കെ കുറെ ബാക്കിൽ കുറെ ബുക്ക് അടിക്കി വെച്ച് തന്നിരുന്ന് സംസാരിക്കില്ല, പേര് കിട്ടുന്നില്ല. ഓക്കെ, അങ്ങേര് വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ദിലീപ് പോലീസുകാരെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് തെളിവൊക്കെ ഉണ്ടെന്ന്. പിന്നെ കാണാനില്ല, ആ വഴിക്ക് പോയി. എവിടെ പോയി? തെളിവുകൾ പുറത്തുവിട്. അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ പുറത്തുവിട്. എടേ, ഈ ദിലീപ് ഇത്രയും മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിന്റെ സത്യം പുറത്തു വരട്ടെ. ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് കോടതിയിൽ തെളിഞ്ഞു. കോടതിയിൽ നമ്മൾ ഈ ന്യൂസിൻ്റെ അകത്തും ചർച്ചയിലും വന്നിരുന്ന് അടിക്കുന്ന പോലെ വായ്ത്താളാൻ പറ്റത്തില്ല. അവിടെ തെളിവുകളാണ് ആവശ്യം. അവിടെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന തെളിവുകളെല്ലാം മൂഞ്ചു. അങ്ങനെയാണ് മൂഞ്ചിയിട്ടുള്ളത്. കൂടുതലൊന്നും പറയല്ല, ബാക്കി ഇദ്ദേഹം പറയുന്ന കേട്ടോക്ക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീണ്ടും തുടരന്വേഷണം നടക്കുകയും ചെയ്തത്. ആ തുടരന്വേഷണം ശരിക്കും നടക്കാൻ കാരണം എന്ന് പറയുന്നത്
അന്ന് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഈ ബിജു പൗലോസ് എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസിന് കൊടുത്ത പരാതി, അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്, ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിന്നെ ADGP ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, അതോ IGO മറ്റോ ആയിരുന്നു എനിക്കറിയില്ല, ശ്രീമാൻ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം DGPക്ക് കൊടുത്ത ഉത്തരവിന് DGPക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നതും ആ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരനായി S. ശ്രീജിത്തിനെയും S. ശ്രീജിത്ത് പറഞ്ഞ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എനിക്ക് 2021 ഡിസംബർ 25 ഈ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതൊക്കെ അന്ന് നടന്ന സംഭവങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് അയാൾ കുറേ ഈ കേസ് അന്വേഷിച്ചു, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ബാലേന്ദ്രകുമാർ അയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 10-30 പേജിൽ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് കാര്യങ്ങൾ വിശദീകരിക്കും. സുഹൃത്തുക്കളെ, ആ ഭാഗം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് നോക്കണം. ആ വാട്സാപ്പ് സന്ദേശത്തിൽ ബാലേന്ദ്രകുമാർ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീകല സുരേഷ് എന്ന് പറയുന്ന ഒരു തലശ്ശേരിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ഒരു ജില്ലാ ജഡ്ജായിരുന്നു ശ്രീകല സുരേഷ്. ആ ശ്രീകല സുരേഷുമായി തനിക്ക് 2004 മുതൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. ആ ശ്രീകല സുരേഷ് ആരായിരുന്നു എന്നറിയാമോ പ്രേക്ഷകർക്ക്? ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരിയായിരുന്നു ഈ ലേഡി. എങ്ങനെ ഇരിക്കണം ഈ ജഡ്ജ്മെന്റിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ബാലചന്ദ്ര മേനോൻ, കുമാർ, ഈ ലേഡി, ശ്രീജിത്ത്, എല്ലാവരും ഈ സാറന്മാരെല്ലാവരും ഒരു ബെൽറ്റായിരുന്നു. അപ്പൊ എല്ലാവരും കൂടിയുള്ള ഗൂഢാലോചന അല്ലേ? ദിലീപ് ആദ്യമേ പറഞ്ഞില്ലേ തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്. ഗൂഢാലോചനകളൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാ? അതാണ് പറഞ്ഞത്. അങ്ങേരുടെ സഹോദരിയായിരുന്നു ഈ ലേഡി, മറ്റേ അങ്ങേരുടെ കൂട്ടുകാരി. കൊള്ളാം, കലക്കൻ, സ്പഷ്ട സാധനം. ചുമ്മാ അല്ല ദിലീപ് അകത്ത് പോയത്, നല്ല ഒന്നാം തരം വളഞ്ഞിട്ടുള്ള ട്രാപ്പ് ആയതുകൊണ്ടാണ് 19 ദിവസം മേളിൽ ദിലീപ് പോയി അകത്ത് കിടന്നത്. വല്ലാത്ത അവസ്ഥ. സത്യം വിടരുത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാത്ത ഒരു കളിയും ഇവിടെ വേണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരണം. അത് ഏത് അപരാധികളാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് അവരെ പൊക്കണം. ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇതും നല്ല പങ്ക് ആ അന്വേഷണം നടത്തിയ പോലീസുകാരന്മാരെല്ലാവരും കൂടെ അട്ടിമറിച്ച് കളിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ദിലീപിനെ കുടിക്കുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മറിച്ച് ദിലീപാണ് കുറ്റവാളിയെങ്കിൽ അതും കണ്ടുപിടിക്കട്ടെ. കോടതി വെറുതെ വിട്ടല്ലോ. ഇപ്പൊ കോടതി ദിലീപിനെ വെറുതെ വിട്ട സ്ഥാനത്ത് ആ ഗ്യാപ്പ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഗൂഢാലോചന നടത്തിയത് ആരെന്നുള്ള ഗ്യാപ്പ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അന്വേഷിച്ച് ഈ ഗൂഢാലോചന നടത്തിയ ഗ്യാപ്പിലുള്ള ആളെ കൊണ്ടിരുത്തി ആ ഒരു കോളം ഫില്ല് ചെയ്യണം. ഇതാണ് എൻ്റെ ആവശ്യം. ഇതിനി പഴയ പോലീസുകാരെ കൊണ്ടൊന്നല്ല അന്വേഷിപ്പിക്കുന്നത്, CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അന്വേഷിപ്പിച്ചിട്ട് ആ കോളം നികത്തണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതാണ് ഇനി ചെയ്യേണ്ട കാര്യം, ഇനി നമുക്ക് കാണേണ്ട കാര്യം. അതുപോലെ ഇനി വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ശ്രീനിവാസന്റെ ആ ചടങ്ങിൽ ദിലീപ് പങ്കെടുത്ത സമയത്ത് നിഖില വിമലിനെ ചെറഞ്ഞു നോക്കി. മഞ്ജു വാര്യരുടെ കൂട്ടുകാരിയാണല്ലോ നിഖില വിമലിനെ ദിലീപ് ചെറഞ്ഞു നോക്കി. അതിപ്പം വലിയ വിവാദമാവുകയാണ്. എനിക്കറിഞ്ഞൂടാ. അതൊക്കെ എടുത്തു വെച്ചിട്ട് ദിലീപ് ക്രൂരനാണ്, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കുന്ന കുറെ നാറികളുടെ വർത്തമാനങ്ങൾ. അല്ലാണ്ട് എന്നാ പറയാനാ? ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ദിലീപ് അടുത്ത് വന്ന നിഖിലെ ഒന്ന് നോക്കിയിട്ട് ദിലീപ് തിരിഞ്ഞ് അപ്പുറത്തടുത്ത് വേറെ തലയാട്ടി. ഇതിലെവിടെയാടാ ചെറഞ്ഞു നോക്കി? ഇതെങ്ങനെയാടാ കേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി? എനിക്ക് അറിഞ്ഞൂടാ ഈ വിവരദോഷികൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന്. നിഖില ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയാടാ ചെറഞ്ഞു നോക്കിയത്? വിവരം ഇല്ലാത്തവന്മാരെ. ഇതൊക്കെ എന്താ നീയൊക്കെ എടുത്ത് വെച്ച് വായിക്കുന്നില്ല? ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞതിൽ അടക്കം ഉള്ള ഫേക്ക്നെസ്സും കോടതി തള്ളിയതിൻ്റെ കാര്യങ്ങളും എല്ലാം ജഡ്ജ്മെന്റിലുണ്ട്. ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന അങ്ങേരുടെ സഹോദരിയാണ് മറ്റവളെന്നുള്ള കാര്യങ്ങൾ അടക്കം എല്ലാം ഉണ്ട്. ഇതൊന്നും എന്താ ആരും എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റിയൊന്നും ആരും സംശയം പോലും പറയുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, ചുപ്രകമായിട്ടിരിക്കുന്നുണ്ടല്ലോ. പകരം നിങ്ങളെ വിഷയം എന്താ? ദിലീപാണ് ഇതിന്റെ പിന്നിൽ. തെളിവുണ്ടാ? ഇല്ല. പക്ഷെ ദിലീപാണ് ഇതിന്റെ പിന്നിൽ. തെളിവുണ്ടാ? ഒരു തെളിവില്ല. ദിലീപാണ് ഇതിന്റെ പിന്നിൽ. എന്തോന്നട ഇത്? കഷ്ടം. ഒരു മനുഷ്യനെ
വലിച്ചു കീറി ഒട്ടിച്ചതിന് കൈ കണക്കില്ല. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹനാണ്, ഇതല്ല ഇതിന്റെ അപ്പുറം കേൾക്കാൻ അർഹനാണ്. പക്ഷേ ഒരു ക്ഷമയില്ല നിനക്കൊക്കെ. നീയൊക്കെ കല്ലുവർക്ക് ചുമ്മാ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും നേരെ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു സത്യം. കൂടുതലൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണാം. ഒരു വരുവേന്ന് ഇതിന്റെ മൊത്തം ചുരുൾ അഴിച്ചിട്ട് തന്നെ പോണുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.